അത്രയേറെ സ്നേഹിക്കുന്ന ബാസേണ്ണനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുണ്ട്. നമുക്ക് പ്രേക്ഷകരോട് സംസാരിച്ച് തുടങ്ങാം. ഇത്രയും സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനായിട്ടുള്ളത്? വളരെ സന്തോഷം. ഈ ഒരു പരിപാടിയെ ഇത്രയും വിജയിപ്പിച്ച പ്രേക്ഷകരാണല്ലോ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും ബാസിയണ്ണ എന്ന് മാത്രമല്ല കൊച്ചു കഥാപാത്രങ്ങൾ ചെയ്ത വളരെ കൊച്ചു കഥാപാത്രങ്ങൾ ചെയ്തവരെ പോലും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നവാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ കുഞ്ഞു കഥാപാത്രം ചെയ്തവരെ പോലും ഓർമ്മ ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പ്രേക്ഷകർ എന്തുമാത്രം ഈ പരിപാടി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. എന്നും ഈ പ്രേക്ഷകർ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് അധികം ആർക്കും അറിയാത്ത വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ബാസിയണ്ണൻ തന്നെയാണ് എഴുതുന്നതും കഴിഞ്ഞ എത്രയോ 7-8 വർഷത്തിന് മേലെ ആയിന്ന് തോന്നുന്നല്ലേ ഉപ്പുമുളകിൽ 9 വർഷത്തോളമായിട്ട് സ്വന്തം ക്യാരക്ടറും എഴുതുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം അതും ഈ ലൊക്കേഷനിൽ വന്നിരുന്നാണ് എഴുത്ത് പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സൗണ്ടിന്റെ ഇടയ്ക്ക് ഇത്രയും ടെൻഷന്റെ ഇടയ്ക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി വെടിക്കെട്ടിന്റെ ഇടയിൽ എഴുതാൻ പറ്റും. തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിലാണെങ്കിലും എഴുതാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഒരു വലിയ ഡ്യൂട്ടിയാണ്. അപ്പം there is no other option എന്ന് പറഞ്ഞ എഴുതുക തന്നെ. എനിക്കൊന്നും ഡ്യൂട്ടി മാത്രമല്ല, ഇതാണ് ലൈഫ് എന്നുള്ളതാണ്. അതെ. ഇപ്പം ഉപ്പുമുളകിൽ വന്നതിന് ശേഷം വേറെ അങ്ങനെ അധികം സിനിമയ്ക്ക് മാത്രമേ പോകാറുള്ളൂ. കാര്യം 2000 എപ്പിസോഡൊക്കെ അടുക്കുമ്പോൾ 200 എപ്പിസോഡ് എത്ര ആകുമ്പോൾ ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1300-400 എപ്പിസോഡ് എഴുതി. ഈ സിനിമ ആയിട്ട് ബന്ധപ്പെടുത്തി ബ്രേക്ക് വരുമ്പോഴാണ് ഞാൻ സാധാരണ മാറി നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ തന്നെയാണ് ജീവിതവും ജീവനും എല്ലാം ഇവിടെ തന്നെ. എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എഴുത്തും അഭിനയവും ഒന്നും ഡിക്ഷണറിയിൽ ഇല്ലായിരുന്ന വ്യക്തിയായിരുന്നു. വേറെ ജോലിയിൽ നിന്നാണ് ഇതിലേക്ക് എത്തിയത്. പിന്നീട് എപ്പോഴാണ് ഇതാണ് എൻ്റെ ലൈഫ്, ഇതിലേക്ക് മാത്രമേ ഞാൻ ഇനി ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്ന് ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ഒരിക്കൽ പോലും ഞാൻ ഇതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ല ഇപ്പോഴും. കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് കള്ളത്തരമായി പോകും. ഞാൻ എപ്പോഴും പറയും, സിനിമയായാലും മുസ്തുവായിട്ട് ചേർന്ന് സിനിമ ചെയ്യുന്നു, വീണ്ടും വലിയ ബ്രേക്ക് വരുന്നു, അടുത്ത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നു, സൗന്ദര്യമായിട്ട് അതങ്ങ് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം ചിലർ പറയും ഇങ്ങനെ, ഇതിപ്പം ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ഇതൊന്നും ഞാൻ കൊടുക്കുന്നത് ബന്ധങ്ങൾക്കാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഞാൻ പറയും തീർത്ഥയാത്രയാണ്, അതിനിടയിൽ ഇരിക്കുന്ന സത്രമാണ് നമ്മുടെ കലയും എല്ലാം. നല്ല മനുഷ്യൻ ആവുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ടുള്ളത്. അതിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, ബാസിയണ്ണനിലേക്ക് വരുവാണെങ്കിൽ ബാസിയണ്ണൻ നല്ല മനുഷ്യനാണ്, ബേസിക്കലി നല്ല മനുഷ്യനാണ്. ഒപ്പം തന്നെ കുറച്ച് കുസൃതിയുണ്ട്, കുശുമ്പുണ്ട്, ഒരു വഴക്കാളി സ്വഭാവമുണ്ട്. അപ്പം റിയൽ ലൈഫിലെ കുറേ സ്റ്റോറീസ് ഇത് ഉപ്പുമുളകിൽ ഉണ്ടെന്നറിയാം. ഈ ബാസി എന്ന ക്യാരക്ടറിനെ എവിടെയാണ് കണ്ടിട്ടുള്ളത്, എങ്ങനെയാണ്? ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഏറ്റവും അടുത്തുള്ള ഒരുപാട് പേരുണ്ട്. നമുക്കത് പറയാൻ പറ്റില്ല. ഭയങ്കര നിഷ്കളങ്കമാണ്, ഭയങ്കര ജലസിയുണ്ട്. മറ്റുള്ളവർ ഈ ബാലുവിന്റെ വീട്ടിലെ ജീവിതം കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം എനിക്കാരും ഇല്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. പക്ഷെ ഇയാൾക്ക് വരെ ഉള്ളൂ. ഇയാൾക്ക് ഒരുപാട് ഇവരെ ദ്രോഹിക്കുന്നതൊക്കെ ഇയാൾ കുറച്ചാ, ഈ അസൂയയുടെ ഭാഗമായിട്ട് കൊച്ചു സന്തോഷങ്ങൾ. പക്ഷെ ആത്യന്തികമായി ഇയാൾക്ക് ഇവരുടെ സന്തോഷം വലിയ കാര്യമാണ്. അവിടെ ഒന്ന് ശരീരം കാണിച്ച് ഒന്ന് കൂടി പറഞ്ഞാൽ പിന്നെ പുള്ളി പരാജയപ്പെടുമ്പോൾ അവിടെ തന്നെ കരഞ്ഞ്, അപ്പൊ അവർക്കറിയാം കുറച്ച് സോറിയും പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ദോശ ഉണ്ടാകുന്നുണ്ടാന്ന് വെച്ചാൽ പുള്ളി അത്രയാണ്. അങ്ങനെ എന്നും ആ വീടോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. സൗഹൃദങ്ങളുടെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നറിയാം. മുസ്തഫ സാറ്, അതുപോലെ തന്നെ ശ്രീകുട്ടൻ, അതുപോലെ തന്നെ ബാലുചേട്ടൻ, ഇവരുടെയൊക്കെ കൂടെയായിരുന്നു ആദ്യമുള്ള യാത്ര. ആ യാത്രകളെ എങ്ങനെയാണ് ഓർക്കുന്നത്? സത്യം പറഞ്ഞാൽ അതെല്ലാം ഭയങ്കര സന്തോഷകരമായിരുന്നു, എനർജറ്റിക് ആയിരുന്നു. കാര്യം ഞാനും മുസ്തുവും ശ്രീകുമാറും പരിചയപ്പെടുന്നത് അമൃതയുടെ പരിപാടി വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ആ പരിപാടി നടന്നുകൊണ്ടിരുന്നിട്ട് ഒരു ഉണ്ണിസാറ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് പെട്ടെന്ന് എപ്പിസോഡ് വൈൻഡപ്പായിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പിരിയേണ്ടി വന്നു, മുസ്തഫയും ഞാൻ ശ്രീകുമാർ. അപ്പോൾ നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, നമുക്കിതിൽ തുടരാമല്ലേ? അപ്പം മുസ്തഫ പറഞ്ഞു പിന്നെന്താ കണ്ണമ്പായി എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു ദിവസം കൊണ്ട് തന്നെ മുസ്തഫയും ശ്രീകുമാറുമായിട്ടൊക്കെ നല്ല സുഹൃത്തുക്കളായി മാറി എന്നുള്ളതാണ് സത്യം. പിന്നെ ജീവിതത്തിൽ ഇന്നേ വരെ മുസ്തഫയും ഞാനുള്ള യാത്ര എന്ന് പറയുന്നത് പിന്നെ വരെ എത്തി നിൽക്കുന്നു. ഓക്കെ, സിനിമകളിലെ എഴുത്തിലാണോ അഭിനയത്തിലാണോ കൂടുതൽ താല്പര്യം? അല്ല, എനിക്കിപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ എന്നെ വെറുതെ വിളിച്ചാലും, ഇപ്പം മുസ്തഫയൊക്കെ വെറുതെ വിളിച്ചാലും എഴുതുന്നില്ല അഭിനയിക്കുന്നില്ലെങ്കിലും ആ സിനിമയുടെ ഭാഗമാവും. എല്ലാം ഹെൽപ്പ് ചെയ്ത് അങ്ങനെ. അപ്പം ബാസിയായിട്ട് മാറും. ഇടയ്ക്കൊന്ന് പോയിട്ട് വന്നിട്ടാണെങ്കിൽ ആ ബന്ധം നിലനിർത്തും എന്നുള്ളതാണ്. പിന്നെ ബന്ധം കുറച്ച് ആഴത്തിലുള്ള ബന്ധമാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന ഇതാണ്. അപ്പം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കൊച്ചു മണിക്കൂറുകളുടെ സൗന്ദര്യ പണക്കമായി ഈ നീണ്ട വർഷങ്ങൾ കൊണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ പോലും അകന്നു നിന്നിട്ടില്ല. അങ്ങനെ ആ ഒരു ബന്ധം തന്നെയാണ് സിനിമയിൽ നമ്മൾ നിർത്തിക്കൊണ്ടുപോകുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.